ഇന്നൊരു സ്പെഷ്യൽ ബ്രെഡ് റെസിപ്പിയാണ് ഹള്ള ബ്രെഡ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റൊക്കെ ഉള്ള ഒരു ബ്രെഡാണ്. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു ബ്രെഡ് ടിന്നിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇലക്ട്രിക് ഓവൻ ഇല്ലാത്തവർക്ക് ഇതെങ്ങനെ സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്യുക എന്നുള്ളതും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഡോ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു ബൗൾ എടുക്കാം. അതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. ഈ ബ്രെഡിൻ്റെ പ്രത്യേകത ഇത് ഡയറി ഫ്രീ ആയിട്ടുള്ള ബ്രെഡാണ്. പാലൊട്ടും ചേർക്കില്ല, പക്ഷെ മുട്ട ചേർക്കും. ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള 190 മില്ലി വെള്ളം ചേർത്ത് കൊടുക്കണം. അതായത് 3/4 കപ്പ് പ്ലസ് 2 ടീസ്പൂൺ. ഇനി 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. പഞ്ചസാരയ്ക്ക് പകരം തേൻ ഉപയോഗിക്കാവുന്നതാണ്. ഇനി 1.5 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ്. ഇൻസ്റ്റന്റ് ഈസ്റ്റിന് പകരം ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണെങ്കിലും ചേർക്കാം, വലിയ തരിയായിട്ടുള്ള ഈസ്റ്റ്. അതാണെങ്കിൽ നമ്മളത് ചേർത്തിട്ട് അതൊന്ന് പതഞ്ഞ് പൊങ്ങി വന്ന ശേഷം വേണം അതിലേക്ക് പൊടി ചേർക്കാനായിട്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ അതിന് പകരം സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ തവിടെണ്ണയോ ഒക്കെ ചേർക്കാം. ഇനി മൈദ ചേർക്കാം. 1/2 കിലോ മൈദയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി 1 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. മാവ് ഇതുപോലെ നന്നായിട്ട് യോജിച്ച് വന്നാൽ നമ്മുടെ കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് തേച്ച് കുഴച്ചെടുക്കണം. ഇതിൻ്റെ ഈ ഒട്ടലൊക്കെ മാറി നല്ലൊരു സോഫ്റ്റ് ഡോ ആയി കിട്ടുന്നത് വരെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഒരു 10-15 മിനിറ്റോളം നന്നായിട്ട് കുഴയ്ക്കുക. ഞാനിവിടെ ഒരു 15 മിനിറ്റ് കുഴച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒട്ടലൊക്കെ പോയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്നൊരു ചെറിയ കഷ്ണം മാവ് നമ്മൾ മുറിച്ചെടുത്തിട്ട് ഇതേപോലെ ഒന്ന് വലിച്ചു നോക്കുകയാണെങ്കിൽ ഇത് കീറിപ്പോകാതെ നല്ല തിന്നായിട്ടുള്ളൊരു ഷീറ്റായിട്ട് നമുക്ക് വലിക്കാൻ പറ്റും. ഇതൊരു ലൈറ്റ് സോഴ്സിൽ കാണിച്ചാൽ ഇതിലൂടെ ലൈറ്റ് കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി മാവ് പൊങ്ങി വരാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു വലിയ ബൗളിൽ അല്പം എണ്ണ തടവിയിട്ട് മാവ് അതിലേക്ക് ഇറക്കി വയ്ക്കാം. മാവിൻ്റെ എല്ലാ ഭാഗത്തും എണ്ണയാകുന്ന പോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ഇത് ഡബിൾ സൈസായി വരുന്നവരെ മാറ്റി വയ്ക്കാം. ഈ മാവയുടെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അമർത്തി ഇതിലുള്ള എയർ പുറത്തേക്ക് കളയാം. ഇനി ഇത് ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം. ഇവിടെ 2 ബ്രെഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഒരേ വലിപ്പത്തിലുള്ള 6 പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം. എന്നിട്ട് ഓരോ പീസും എടുത്തിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്ത് നല്ല ഒരു ബോൾ ഷേപ്പ് ആക്കി എടുക്കുക. ഇനി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ ഷേപ്പ് ചെയ്ത് ഓരോ ബോളും എടുത്തിട്ട് നമ്മുടെ കൈ കൊണ്ട് ഇതേപോലെ അമർത്തി ഇതേപോലെ ഒരു സർക്കിൾ ഷേപ്പ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതേപോലെ അമർത്തി ചുരുട്ടിയെടുക്കുക. ഇനി നമ്മുടെ കൈ കൊണ്ട് 2 കൈ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒരു നീളത്തിലുള്ള ഷേപ്പിലാക്കി എടുക്കുക. ഇതിപ്പോൾ ഏകദേശം ഒരു 20 സെന്റിമീറ്റർ നീളത്തിലാണ് ആക്കിയിട്ടുള്ളത്. ഇതേപോലെ എല്ലാം ചെയ്തെടുക്കുക. ആ സമയത്ത് ഇതെല്ലാം മൂടി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയി പോകും. അപ്പോൾ ഇതേപോലെ 3 വീതമുള്ള 2 സെറ്റായിട്ടാണ് നമ്മൾ റെഡി ആക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ ആദ്യം ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആ 3 എടുക്കാം. എന്നിട്ടത് വീണ്ടും ഒന്നുകൂടി ഒന്ന് നീളത്തിലാക്കി എടുക്കുക. ഒരു 30 സെന്റിമീറ്ററോളം നീളത്തിലാക്കി വീണ്ടും ഒന്നുകൂടി ഇതുപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് അത് 3 ഒരുമിച്ച് ഇതുപോലെ വെക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്യുക. പെൺകുട്ടികളൊക്കെ മുടി മെടഞ്ഞെടുക്കുന്നത് പോലെ ഇതേപോലെ ഷേപ്പ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ അടിഭാഗം നന്നായിട്ട് പിൻ ചെയ്ത് യോജിപ്പിച്ച് വയ്ക്കുക.
ഇതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി ഇത് മൂടി വെച്ചിട്ട് ഇതൊന്നുകൂടി വീർത്ത് വരുന്നവരെ മാറ്റി വയ്ക്കണം. ഒരു 30 മിനിറ്റ് 45 മിനിറ്റ് അത്രയൊക്കെ വേണ്ടി വരും. ഇനി ബാക്കിയുള്ള 3 എടുക്കാം. അതും ഇതുപോലെ തന്നെ ഷേപ്പ് ചെയ്യാം. ഇത് ഞാൻ സ്റ്റൗ ടോപ്പിലാണ് ബേക്ക് ചെയ്യുന്നത്. സ്റ്റൗ ടോപ്പിൽ വെക്കാൻ പറ്റുന്ന ഒരു ട്രേയിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ 45 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ബേക്ക് ചെയ്യാൻ പോവാണ്. അത് ബേക്ക് ചെയ്യുമ്പോൾ ഈ ബ്രെഡിന് നല്ലൊരു കളർ കിട്ടാനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു എഗ് വാഷ് കൊടുക്കണം. അതിനായിട്ട് ഒരു മുട്ടയിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടത് ബ്രഷ് ചെയ്യുക അതിന് മുകളിലേക്ക്. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് കുറച്ച് എള്ള് വിതറി കൊടുക്കാം. ഞാനിപ്പോൾ കറുത്ത എള്ളും വെളുത്ത എള്ളും ഒരുമിച്ചാണ് എടുക്കുന്നത്. എള്ള് നിർബന്ധമില്ല ചേർക്കണമെന്ന്, പക്ഷെ ശരിക്കും ചേർക്കുന്നതാണ് നല്ലത്. ഇത് കാണാനും നല്ലൊരു ഭംഗി ഉണ്ടാവും, പിന്നെ കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇതിപ്പോൾ ഞാൻ ഇലക്ട്രിക് അവനിലാണ് വെക്കുന്നത്. OTG ഇവിടെ 190 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 25 തൊട്ട് 30 മിനിറ്റ് വരെ ആ ഒരു സമയമാണ് നമുക്ക് വേണ്ടി വരുന്നത് ബേക്ക് ചെയ്യാനായിട്ട്. ഇത് സ്റ്റൗ ടോപ്പിലേക്ക് വെക്കാനുള്ളതും ഇതേപോലെ തന്നെ റെഡിയാക്കാം. ഇത് നല്ല ചൂടുകട്ടിയുള്ള ഒരു ഉരുളിയിലാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഞാൻ ബ്രെഡും ബണ്ണും ഒക്കെ ബേക്ക് ചെയ്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. നല്ല കട്ടിയുള്ള പാത്രമാണെങ്കിൽ നല്ലൊരു കളറൊക്കെ കിട്ടും നമ്മുടെ ബ്രെഡിൻ്റെ മുകൾ ഭാഗത്തിന്. ഇത് ഞാൻ 15 മിനിറ്റോളം ആദ്യം പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ചൂടുള്ള പാത്രത്തിലേക്കാണ് ഇത് വെച്ചിട്ടുള്ളത്. ഇത് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇതേ സമയം തന്നെ, അതായത് 25 തൊട്ട് 30 മിനിറ്റ് വരെയാണ് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വേണ്ടി വരുന്നത്. OTGയിൽ ബേക്ക് ചെയ്തത് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറത്തേക്ക് എടുക്കാം. ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് നമ്മൾ സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്തത്. ഇതിന് നല്ല കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്താൽ നല്ല കളർ ഇതുപോലെ കിട്ടും. ഇത് അടിഭാഗമൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതും തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. കേട്ടോ, നല്ല സോഫ്റ്റാണിതും. നല്ല പഞ്ഞി പോലെ സോഫ്റ്റാണിത്. ഇതെൻ്റെ ക്യാമറയിൽ കൂടി അത്ര ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും എത്ര നല്ല സോഫ്റ്റായിട്ടായി ബ്രെഡ് കിട്ടുന്നതിന്. നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ എഗ് ബേസ്ഡ് ആയിട്ടുള്ള ബ്രെഡ് ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.